അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 നേരങ്ങളിലുള്ള നമസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു കർമ്മമാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെയും ഒരു അമുസ്ലിമായ മനുഷ്യനെയും വേർതിരിക്കുന്ന ഘടകം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ വിജയികളായ സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ വിശേഷണമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാകുന്നു എന്നാണ്. ഈ 5 നേര നമസ്കാരങ്ങളിൽ തന്നെ ഏറെ പ്രാധാന്യത്തോടെ എടുത്തു പറഞ്ഞ 2 നമസ്കാരമാണ് സുബഹ് നമസ്കാരവും അസർ നമസ്കാരവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സുബഹ് ജമാഅത്തിന്റെയും അസർ ജമാഅത്തിന്റെയും പ്രാധാന്യം ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വ, കാൽമുട്ടുകൊണ്ട് ഇഴഞ്ഞിട്ടാണെങ്കിലും ശരി ആ ജമാഅത്തിൽ എത്തിപ്പെടാൻ അവർ ശ്രമിക്കുമായിരുന്നു. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. സൂര്യൻ ഉദിക്കും മുമ്പുള്ള സുബഹ് നമസ്കാരം, സൂര്യൻ അസ്തമിക്കും മുമ്പുള്ള അസർ നമസ്കാരം, ഈ 2 നമസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവൻ ലൻ യലിജന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതുമാത്രമല്ല സുബഹ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരാണ് ആ സുബഹ് നമസ്കാരം കൃത്യമായ സമയത്ത് നിർവഹിക്കുന്നത് അവന് അന്നേ ദിവസം അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല മലക്കുകൾ പ്രത്യേകം സാക്ഷികളാകുന്ന സമയമാണ് സുബഹ് ജമാഅത്തിന്റെ സമയവും അസർ ജമാഅത്തിന്റെ സമയവും. ആ മലക്കുകൾ എന്തു പറയും? ആ സമയത്ത് ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കുകൊള്ളുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹുവിനോട് പുകഴ്ത്തി പറയുമെന്നാണ് ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുബഹി നമസ്കാരം, അസർ നമസ്കാരം, അതിന്റെ ജമാഅത്തുകളിൽ പങ്കെടുക്കുക എന്നത് പ്രത്യേകം നമ്മൾ കാണേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, രാത്രിയിൽ സ്വറ പറഞ്ഞിരുന്ന്, രാത്രിയിൽ കഥ പറഞ്ഞിരുന്ന്, സർവ തള്ളലും കഴിഞ്ഞ് ലൈറ്റായി കിടന്നുറങ്ങി അതിന്റെ പേരിലെങ്ങാനും സുബഹി ജമാഅത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ റബ്ബിന്റെ കോടതിയിൽ നാം സമാധാനം പറയേണ്ടി വരും എന്ന വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് സുബഹി ജമാഅത്തിന്റെ വിഷയത്തിൽ നാം ഗൗരവം കാണുക. അത് അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അതിനാൽ നാം ഓരോരുത്തരും ആ കാര്യത്തിൽ ജാഗ്രതയുള്ളവരാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ റമളാനിൽ മാത്രമല്ല, പരിശുദ്ധ റമളാനിൽ സ്വാഭാവികമായും സുബഹി ജമാഅത്തിൽ ആളുകൾ എമ്പാടും പള്ളിയിലെത്തുന്നു. പക്ഷേ റമളാൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ പലരും സുബഹിന്റെ സമയത്ത് പുതപ്പിട്ട് മൂടി കിടന്നുറങ്ങി ആ ജമാഅത്ത് നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഈ റമളാനോടെയെങ്കിലും പ്രിയമുള്ളവരെ, ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു ആ നിലക്ക് ചിന്തിക്കുകയും അതിന് പരിശ്രമിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.